പിണറായി സർക്കാരിന്റെ പിടിപ്പുകേടാണ് ആശാവർക്കർമാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണമെന്ന് ചാണ്ടി ഉമ്മൻ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ സദസ്സിൽ സംസാരിച്ച ശേഷം മലയാളം എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. നിരുത്തരവാദിത്തപരമായ പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് ആശമാർക്ക് വേതനം കൂട്ടി നൽകാത്തതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞ ചാണ്ടി ഉമ്മൻ കേന്ദ്ര സർക്കാരിനെ ഒരു തരത്തിലും വിമർശിച്ചിട്ടില്ല. ആശമാരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ച അദ്ദേഹം, സംസ്ഥാന സർക്കാർ അല്ലേ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ആശമാരെ പിരിച്ചുവിടാനുള്ള അധികാരം വരെ സംസ്ഥാന സർക്കാരിനാണെങ്കിൽ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തവും സംസ്ഥാന സർക്കാരിനാണ് എന്നും സംസ്ഥാന സർക്കാർ അതിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കുറ്റം ആരോപിക്കുകയാണെന്നും പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളെ എല്ലാം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ ഒരു ഇവിടെ ഇവരെ പിരിച്ചുവിട്ട് വേറെ വെക്കുമെന്ന് പറഞ്ഞല്ലോ, അതാരാ സന്തോഷത്തിനും സംസ്ഥാന സർക്കാർ ഉത്തരവാദി. സംസ്ഥാന സർക്കാർ ഇവരെ പിരിച്ചുവിടുന്ന പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആശാവർക്കർമാർ. അങ്ങനെ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. കേന്ദ്രത്തിന് ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്രത്തിന് ഉത്തരവാദിത്തം ചെയ്യില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉത്തരവാദിത്തം ഒഴിവാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഉത്തരവാദിത്തം മാറ്റുവാൻ വേണ്ടി കേന്ദ്രത്തിന് പുറത്ത് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും ഉത്തരവാദികളാണെങ്കിലും സംസ്ഥാന സർക്കാരിനാണ് നേരിട്ട് ഉത്തരവാദിത്തം. ആ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് അവരതിനകത്ത് നടപടി എടുത്തേ പറ്റൂ. കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഒരു തരത്തിലും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ യുവനിരയും എന്ന് ഇതോടെ ഉറപ്പായി. കോൺഗ്രസിന്റെ അന്തർധാരയിൽ BJP അനുഭാവമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉറപ്പ് തന്നെയായിരുന്നു ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെയുള്ള വാക്കുകൾക്ക് അനുഭാവം പുലർത്തുന്ന തരത്തിലുള്ള ചാണ്ടി ഉമ്മന്റെ നിലപാട് സംസ്ഥാന സർക്കാർ ആശമാർക്ക് നൽകുന്ന വിഹിതവും ഇപ്പോൾ അനുവദിച്ച ആനുകൂല്യങ്ങളും ഒക്കെ വിസ്മരിച്ചുകൊണ്ടുള്ളതായിരുന്നു. നാളെ മുതൽ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ ഏറെ വിലയുള്ളതാണ്. സംസ്ഥാന സർക്കാർ മാത്രം കേന്ദ്ര സർക്കാരിന്റെ നെറുകേടിനെ ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതൃത്വം മൗനം ഭുജിക്കുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഇകഴ്ത്താൻ BJP സർക്കാരിനെ കുടപിടിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിന്റെ ഈ തകർച്ചയ്ക്ക് കാരണം. ഇതിനോടൊപ്പം തന്നെ ഇനി മൂന്നാം ഭരണം കേരളത്തിൽ പിണറായി വിജയൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ കൊറോണ എന്ന മഹാമാരിയുടെ പിൻബലത്തിൽ അധികാരത്തിൽ വന്ന ആളാണെന്നും ഇപ്പോൾ കൊറോണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിണറായി അധികാരത്തിൽ വരുന്ന കാര്യം ചിന്തിക്കേണ്ട എന്നുമാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്നാൽ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ ഇത്രയും കാലം അധികാരം കൈയാളിയിരുന്ന കോൺഗ്രസുകാർ എങ്ങനെ BJPയോട് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസുകാർക്കില്ല. കേരളത്തിൽ ഒരു കൊറോണയെ കൂട്ടുപിടിച്ചാണ് പിണറായി അധികാരത്തിൽ വന്നതെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്നതിന് ഏത് മഹാമാരിയെയും ദുരന്തത്തെയുമാണ് നിങ്ങൾ ചൂണ്ടിപ്പറയാൻ പോകുന്നത്? കേരളത്തിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് കോൺഗ്രസിന് കേരളത്തിൽ ഭരണം കിട്ടാത്തതിന്റെ പ്രധാന കാരണം.